ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഷവർമ്മയാണ് കേട്ടോ. വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഷവർമ്മയാണ്. കുട്ടികൾക്ക് അത്ര വലിയ കേടൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഷവർമ്മയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചിക്കന് ഇതേപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. കുരുമുളക്, ഉപ്പ്, സോയാ സോസ്, ചില്ലി സോസ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മളതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ സാദാ ചപ്പാത്തി പൊടി നമ്മളെ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒന്ന് മേലേക്കൊന്ന് എണ്ണ തടവിയിട്ട് ഒരു 3 മണിക്കൂർ മുന്നേ അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അത് ഒരു 4 ഉരുളകളാക്കിയിട്ട് എടുത്തു കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഇത് ബട്ടറാണ്. ബട്ടറിലേക്ക് കുറച്ച് ചപ്പാത്തി പൊടി ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇനി അതിന് മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ 4 സൈഡും അതിങ്ങനെ മടക്കി ഒരു നമ്മൾ മടക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. ഒരു ചെറിയ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നല്ല ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചപ്പാത്തി ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഞാനിത് 2 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ പരത്തിയെടുത്തത്. ഈ 4 എണ്ണം കൊണ്ട് ഞാൻ 8 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കനം കുറച്ചിട്ട് പരത്തി എടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നല്ല കനം കുറച്ചിട്ട് തന്നെ ഇത് പരത്തിയെടുക്കണം കേട്ടോ. ഇനി നമ്മളതൊന്ന് ചുട്ടെടുക്കുക. 2 ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇതേപോലെ. ഇനി നമ്മൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് എടുക്കുക. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ പച്ചക്ക് കൊടുക്കുന്നത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വല്യുള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. അപ്പോൾ ഇതിലെല്ലാം ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. മാറ്റി വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇട്ട് കൊടുക്കുന്നത് പൊറാട്ടയാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഷവർമ്മക്ക് ഉണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊറാട്ടയൊക്കെ കയ്യിലുണ്ടാകുമ്പം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കേണ്ടി. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഷവർമ്മ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഹോം മെയ്ഡ് മയോണൈസ് തന്നെയാണ്, നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ഒന്ന് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.